അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വളരെ നന്നായി പുരാതന കാലം മുതൽ തന്നെയുള്ള എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പരിപാലിച്ചു പോകുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. സങ്കല്പമനുസരിച്ച് പുത്തരിക്കണ്ടത്ത് വിളയുന്ന നെൽക്കതിരുകളാണ് ഭഗവാന് നിറപുത്തരിക്കായി അവിടെ പ്രയോജനപ്പെടുത്തുന്നത്, അതിനെ ഉപയോഗിക്കുന്നത്. അത് എല്ലാ വർഷവും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നെല്ല് വിളയിച്ച് ഇവിടെ നിന്ന് കതിരാക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോകാറാണ് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ചില വർഷങ്ങളിൽ ഇവിടെ വിളയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പുറത്തു നിന്ന് കതിർ കൊണ്ടുവന്നായിരുന്നു ഈ ചടങ്ങ് നിർവഹിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു, NDA നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് വിളയിച്ച് ഭഗവാന് നിവേദിക്കും, നിറപുത്തരിക്കായി കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വരുന്നത് നിറപുത്തരി വരുന്നത്. അപ്പോൾ വിളയുന്നതിന് പാകമാകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ നടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാളയം കൃഷി വകുപ്പ് മേധാവികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്, അഗ്രികൾച്ചർ ഓഫീസർ ഇവിടെ ഉണ്ട്. ശാസ്ത്രീയമായി അവരുമായി ചർച്ച ചെയ്ത് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ സഹകരണത്തോടെയാണ് ഇവിടെ നിലമൊക്കെ ഒരുക്കി, ഇന്നലെ തന്നെ ഒരുക്കി. അതോടൊപ്പം തന്നെ ഇന്ന് ഞാറ് നട്ടത്. വളരെ സന്തോഷമുണ്ട്. ഈ പുത്തരിക്കണ്ടത്ത് തന്നെ ഞാറ് നട്ട് അവിടെ നിന്നും വിളയുന്ന നെൽക്കതിരുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തരിക്ക് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ വളരെയധികം ആത്മവിശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ആ ചടങ്ങാണ് ഇവിടെ നിർവഹിച്ചത്. മേയറുടെ തലയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നു. ആചാരം എങ്ങനെയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ നിർവഹിക്കാൻ ഈ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങളൊക്കെ തന്നെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകും.